രാജാക്കാട് മകന്റെ ക്രൂരമർദ്ദനമേറ്റ അച്ഛൻ മരിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായിരുന്ന കജനപ്പാറ സ്വദേശി ആണ്ടവറാണ് മരിച്ചത്. ടേബിൾ ഫാന്, ഫ്ലാസ്ക് എന്നിവ ഉപയോഗിച്ചാണ് ആണ്ടവരെ മകൻ ക്രൂരമായി മർദ്ദിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ക്രൂരമായ കൃത്യമാണ്. സ്വന്തം അച്ഛനോടാണ് മകൻ ഇമ്മട്ടിൽ ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത്. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മരണം? മകനെതിരെ കേസെടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ്. ഈ ആണ്ടവരെ മണികണ്ഠൻ ആ സമയത്ത് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു ഈ മണികണ്ഠൻ എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകിയ വിവരം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ മർദ്ദനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് പോലീസ് നൽകുന്ന വിവരം. ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ടേബിൾ ഫാനും ഫ്ലാസ്കും ഉപയോഗിച്ചാണ് തലയ്ക്കും മുഖത്തിനും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആണ്ടവരെ നാട്ടുകാരെത്തിയും അതോടൊപ്പം തന്നെ പോലീസ് ഇടപെട്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആദ്യം തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും ഗുരുതരമായതിനാൽ പിന്നീട് മധുര മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതിൽ തുടർന്ന് ഈ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മണികണ്ഠൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. തുടർന്ന് കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഇനി കേസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. മരിച്ച ഈ ആണ്ടവർ എന്ന് പറയുന്നത് 84 വയസ്സുള്ള ആളാണ്. ഇവിടെ രാജകുമാരിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. രാജകുമാരി പഞ്ചായത്തിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ മുതിർന്ന ഒരു CPM നേതാവ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണാന്ത്യം മകന്റെ മർദ്ദനത്തിൽ മരിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തും ഈ കേസിൽ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മണികണ്ഠൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ആൽവിൻ തോമസ് ആണ് വിശദ വിവരങ്ങൾ നൽകിയത്.